അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് റൂമും വെക്കേറ്റ് ചെയ്ത് താജ്മഹൽ കണ്ട് അവിടുന്ന് നേരെ ഡൽഹിക്ക് പോകാൻ പോവാണ്. അങ്ങനെ രാവിലെ തന്നെ റൂമും വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ തന്നെ പോകാൻ പോകുന്നത് താജ്മഹൽ കാണാനാണ് കേട്ടോ. പിന്നാണ് കഴിച്ച് നമ്മൾ താമസിച്ചിരുന്ന റൂം. അപ്പം നമ്മൾ കൊണ്ടുപോകാനായിട്ട് രാവിലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടനോട് എത്തി. അപ്പം ഞങ്ങൾ റൂമും വെക്കേറ്റ് ചെയ്തിട്ട് ഓട്ടോയിൽ സാധനങ്ങൾ വെച്ചിട്ട് താജ്മഹൽ കണ്ട് തിരിച്ചു വന്ന് ഞങ്ങൾ കയറ്റി വിടാമെന്നാണ് ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്ന സാധനങ്ങൾ ആ റൂമിൽ വെച്ചിട്ട് താജ്മഹൽ കണ്ട് തിരിച്ചു വന്നിട്ട് പോയി സാധനങ്ങൾ എടുത്ത് പോകാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ഓട്ടോയിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ പോയി കണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ താജ്മഹൽ കയറുന്ന എൻട്രിയിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറെ പരങ്ങന്മാരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക്. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ഫോൺ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ താജ്മഹലിന്റെ എൻട്രിയിൽ എത്തിയപ്പോൾ നമുക്കൊരു ഗൈഡിനെ കിട്ടി. ഗൈഡ് ഇല്ലാണ്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊരു ഗൈഡിനെ വിളിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാൻ പോകുന്നത്. ഗൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെക്കിംഗ് എല്ലാം വേഗം നടന്നു. താജ്മഹലിന്റെ അകത്ത് കയറുവാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഒരു ഗൈഡിനെ വിളിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം വേഗം അവർ നോക്കിക്കോളും. കൂടാതെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ലൈനാണ് താജ്മഹലിന്റെ ഏറ്റവും വലിയ സെന്റർ പോയിന്റ്. ഇനിയാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്ന അത്ഭുതം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ താജ്മഹൽ പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല താജ്മഹൽ ഇല്യൂഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ താജ്മഹലിന്റെ ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഗൈഡ് നമ്മളോട് ചോദിച്ചത് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ. നമ്മൾ താജ്മഹലൊക്കെ കണ്ടു. താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് 65,000 ഫൈൻ ഈടാക്കുന്നതാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ചിലരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പിടിക്കപ്പെട്ടാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ബട്ട് നിങ്ങൾക്ക് പുറത്ത് വിഷ്വൽസും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഗൈഡ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. As much sunlight is high, the white marble is the vibration. Here is the painting work be done. പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ താജ്മഹൽ മാർബിൾ കൊണ്ട് പണിതായതുകൊണ്ട് ഈ മാർബിൾ തിളങ്ങുന്നതിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. താജ്മഹലിന്റെ മാർബിളുകൾക്ക് വളരെയധികം പ്രത്യേകത തന്നെയാണ്. കാരണം ഇത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം പലതരത്തിൽ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഗൈഡ് നമുക്ക് കാണിച്ചു തന്നത് കുറെ ഒരുപാട് മാർബിൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ നമ്മൾ അത് വാങ്ങിയില്ല, നമ്മൾ കുറച്ച് സീറ്റ്സും വാങ്ങി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക്. കുറേ ദിവസമായി നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചോറ് കഴിക്കാനായിട്ട് ഒരു പൂതി തോന്നിയതുകൊണ്ട് നമ്മളൊരു മലയാളി ഹോട്ടലിലേക്ക്. ഓട്ടോച്ചേട്ടൻ നമ്മുടെ ലഗേജ് എല്ലാം സേഫ് ആയിട്ട് നമ്മളെ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഓട്ടോച്ചേട്ടൻ വളരെയധികം സഹായിച്ചതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോച്ചേട്ടന് നമ്മൾ സ്വീറ്റ്സ് എല്ലാം കൊടുത്തിട്ടാണ് യാത്ര. ഇനി ആഗ്രഹം വരുവാണെങ്കിൽ ഞാൻ ഈ ഓട്ടോച്ചേട്ടന്റെ നമ്പർ ഇവിടെ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇതുവരെയും ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്യും.